ഇതിന്റെ ഇടയ്ക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്തില്ലേ, എന്താ ഒരു മുത്തപ്പൻ എന്ന് പറഞ്ഞ, അത് ശരിക്കും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നില്ലേ ചേച്ചി? അത് പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ കഥയാസ്പദമാക്കിയ ഒരു സിനിമയാണ്. അത് ഈ പറയുന്ന പോലെ കണ്ണൂരുള്ള ഒരു ടീം, നമ്മുടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടാ, അദ്ദേഹം അതിനുമുമ്പ് പാതി എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പൊ അദ്ദേഹം ആ കഥയായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ പറയുക, ഈ കൊച്ചുണ്ണി ചെയ്തിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ചില വീടുകളിൽ അപ്പോൾ എല്ലാവരും നല്ല കള്ളൻ എന്നൊക്കെ പറയും. ഇപ്പൊ ചില വീട്ടുകളിൽ ചെന്നിരിക്കുമ്പോഴേ ഈ കരണ്ടൊക്കെ പോകുമ്പോൾ എഴുന്നേറ്റ് പോകാൻ പേടിയാണ്. കാരണം എന്തെങ്കിലും കാണാതായ പിന്നെ നമ്മുടെ കലയില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കള്ളനാണെങ്കിലും ചിലപ്പോൾ തമാശക്കെങ്കിലും അവർക്ക് തോന്നിയേക്കാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറെ കാലത്തിന് ശേഷം ഒരു ദൈവം, അതായത് മുത്തപ്പൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആ ദൈവത്തിന്റെ ക്യാരക്ടർ. അപ്പൊ ഞാൻ ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്, എന്റെ ഏത് സൈഡിൽ നോക്കിയിട്ടാണ് ഒരു ദൈവത്തെ പോലെ ഇരിക്കുന്നത്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീ മുത്തപ്പൻ എന്ന് പറയുമ്പോൾ മണിക്കുട്ട മനുഷ്യരിൽ, അതായത് ജനങ്ങളിൽ ഒരാളായിട്ടുള്ള ഒരു ഈശ്വരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും മണിക്കുട്ടൻ്റെ ഒക്കെ രൂപം തന്നെ ആയിരിക്കാം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം തന്ന കോൺഫിഡൻസ് ആണ്. എന്നാൽ പിന്നെ കള്ളനെ വിട്ടിട്ട് ദൈവത്തെ. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള കഥാപാത്രം നമ്മളെ തേടി വരുന്ന ഭയങ്കര പാടാണ് ചേച്ചി. കാരണം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവരും സെലക്ട് ചെയ്യണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ വന്ന സമയത്ത് അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും എന്നിലേക്ക് വന്നു. നമ്മൾ ചെന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരാഴ്ച മുമ്പ് പറശ്ശിനിക്കടവത്തിൽ, കാരണം എനിക്ക് കണ്ണൂർ സ്ലാങ് കിട്ടാൻ പാടാണ്. അങ്ങനെ പറശ്ശിനിക്കട അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ നിന്നാണ് ഞാൻ അതിൻ്റെ യാത്ര. അതിനുശേഷം ഞാൻ വ്രതം എടുത്തു. ഞാൻ നോൺ വെജ് ഒക്കെ കഴിക്കണം നിർത്തി. ആ ഒരാഴ്ച ഞാൻ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നു. കാരണം നമ്മളെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ വിശ്വാസവും ഒരുപാട് പേരുടെ ഒരു പ്രത്യാശയാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന അമ്പലം. അപ്പൊ നമ്മൾ ആ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിന്റെ സീരിയസ്നെസ് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്തു. സിനിമ എല്ലാവരിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല, കാരണം ഈ പറയുന്ന പോലെ അതൊരു ചെറിയ ബഡ്ജറ്റ് സിനിമയാണ്. പക്ഷെ കണ്ടവരെല്ലാവരും നമ്മുടെ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു.